പോലീസിന്റെ വിചിത്ര നടപടി തീരുന്നില്ല. പ്രതിഷേധ സമരം റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ വീണ്ടും കേസ്. DGPയുടെ വസതിയിലെ മഹിളാ മോർച്ച സമരം റിപ്പോർട്ട് ചെയ്തവർക്കെതിരെയാണ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തിരിക്കുന്നത്? പോലീസ് ഭാഷ്യം എന്താണ്? സുഹൈൽ, സംസ്ഥാനത്ത് മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി അവരുടെ ജോലി എടുക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വണ്ടിപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം സംസ്ഥാന പോലീസ് മേധാവിയുടെ വസതിയിലേക്ക് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ വസതിയിലേക്ക് അതിക്രമിച്ച് കടന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന 4 മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മ്യൂസിയം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് DGPയുടെ വസതിയിലേക്ക് മഹിളാ മോർച്ച ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. അവിടേക്ക് അവർ ചാടിക്കയറുകയും അതേപോലെ തന്നെ മുദ്രാവാക്യം മുഴക്കുകയും അടക്കമുള്ള വളരെ വിവാദമായ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കുറ്റത്തിനാണ് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ FIR അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ച് കയറി ചില അക്രമ സംഭവങ്ങൾ കാണിക്കാൻ തയ്യാറായി തുനിഞ്ഞു എന്നുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മുൻപ് എറണാകുളത്ത് 24 തന്നെ റിപ്പോർട്ടറായിട്ടുള്ള വിനീത VGക്കെതിരെ ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നത്. അക്രമ സമരം അതല്ലെങ്കിൽ ഈ ഷൂയർ സമരം അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് വിനീത VGക്കെതിരെ പോലീസ് കേസെടുത്തത്. പിന്നാലെ തിരുവനന്തപുരത്തും വ്യാപകമായി 4 മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. സുഹൈൽ, ഷഫീദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഷഫീദ്, ഈ റിപ്പോർട്ട് ചെയ്തു എന്നത് മാത്രമാണോ വകുപ്പ്? റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമപ്രവർത്തകന്റെ ജോലിയാണ്, തൊഴിലാണ്. അത് പ്രതിരോധിക്കുക, അതായത് അവിടുത്തെ പ്രതിഷേധം പ്രതിരോധിക്കേണ്ടത് പോലീസാണ്. പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കാൻ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തൊക്കെ വകുപ്പുകൾ അധികമായിട്ടുണ്ട് ഈ കേസിൽ? സുഹൈലെ, മഹിളാ മോർച്ച പ്രവർത്തകർ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തള്ളിക്കയറിയപ്പോൾ ഈ വസതിയുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മറികടന്നുകൊണ്ട് അകത്ത് കയറിയപ്പോൾ മാധ്യമപ്രവർത്തകരും അകത്ത് കയറിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനാണ് അതിക്രമിച്ച് കടക്കൽ, അതായത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഔദ്യോഗിക വസതിയുടെ ഗേറ്റ് കടന്നതിനാണ് അതിക്രമിച്ച് കടക്കൽ വകുപ്പ് ചുമത്തി ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രതികാര നടപടി എന്നതല്ലാതെ മറ്റൊരു കാര്യത്തിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്നെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്ത്, അതായത് സെക്രട്ടേറിയറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉള്ള തിരുവനന്തപുരം നഗരത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകൾ, ചുമത്തിയിരിക്കുന്ന വകുപ്പ് അതിക്രമിച്ചു കയറി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി നടക്കുന്ന. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.